നിന്നെ ഞാൻ കത്തിച്ചു കളയും, നിന്നെ ഞാൻ തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഇരിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇവിടെ നിൽക്കാൻ. മലവായിലും മൂത്ത് രണ്ടും അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞുള്ളതാണ്. ഒരു പ്രതിയായിട്ട് പോലും ഇവളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അസോസിയേഷൻ. ഒരു ഗ്ലാസ് വെള്ളത്തിന് എനിക്ക് തരണമെങ്കിൽ എനിക്ക് അവരുണ്ടെങ്കിലേ ഉള്ളൂ. നമസ്കാരം. വളരെ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ അത്ഭുതം തോന്നുന്നതുമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിന് സമീപമുള്ള തൊഴുങ്കോട് നിൽക്കുന്നത്. ഇവിടെ കാഞ്ഞിരംപാറ 23-ാം വാർഡിൽ താമസിക്കുന്ന പ്രദീപ് എന്ന അഭിഭാഷകനും അദ്ദേഹത്തിന്റെ ഭാര്യ അരുണ, രണ്ടുപേരും അഭിഭാഷകരാണ്. ഈ രണ്ട് അഭിഭാഷകർ ഒരു സ്ത്രീയെ ഭയന്ന് നാട് വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു, അങ്ങേയറ്റം ഞെട്ടിക്കുന്നു. കാരണം നീതി ലഭിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് നീതി തേടി എത്തുന്നവർക്ക് നീതി ലഭിച്ചു കൊടുക്കേണ്ട രണ്ടുപേരാണ് ഇപ്പോൾ നീതി തേടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. തൊട്ട് അയലത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുള്ള ശരിക്കും പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് ഇവരിപ്പോൾ ഈ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകരാണ്. ഈ രണ്ട് അഭിഭാഷകർ ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്തു നിന്നും ഏകദേശം 10 മിനിറ്റ് ദൂരം മാത്രമാണ് കോടതിയിലേക്ക് പോകേണ്ടത്. പക്ഷെ ഇന്ന് ഇവർക്ക് 1 മണിക്കൂറോളം യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലത്തേക്ക് ഇവർ താമസം മാറിപ്പോയിരിക്കുന്നു. ആ സാഹചര്യം എങ്ങനെയുണ്ടായി, എന്തുകൊണ്ടാണ് ഒരു അയൽവാസിയെ ഭയന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കേണ്ടത്? ശരിക്കും ഇവരെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി വരെ ഇവർ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് എത്ര കാലമായി ഭീഷണി തുടങ്ങി? കഴിഞ്ഞ 20 വർഷം ഞങ്ങളോട് താമസിക്കുന്നത്. 2023 ഒക്ടോബർ പൂജയപ്പ് സമയത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പുറത്ത് ആരാണ് ഈ സുധ, ഞങ്ങൾ തൊട്ട് പുറകിൽ താമസിക്കുന്നത്. സുധ, ശൈലജ എന്നാണ് ഒഫീഷ്യൽ പേര്. സുധ എന്ന് പറഞ്ഞ് അറിയപ്പെടും. അവർ കല്ലെറിയുന്നു, വേസ്റ്റ് എറിയുന്നു, നിരന്തരം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്തൊക്കെ തരത്തിലാണ് നിങ്ങൾ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? എന്ത് കല്ലുമണ്ണൊക്കെ വാരി എറിയോ? എങ്ങനെയാണ്? കല്ല് വരേറിയ ഹ്യൂമൻ വേസ്റ്റ്, അത് രണ്ടും ഉണ്ട്. മലവായിലും മൂത്ത് രണ്ടും അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞുള്ളതാണ്. അപ്പം പിന്നെ കഴിഞ്ഞ 2-2.5 വർഷം കൊണ്ട് ഇത് തന്നെയാണ് സ്ഥിരം അവരുടെ. ഈ 2.5 വർഷമായിട്ട് നിങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ്. നിങ്ങൾ എന്തായാലും നീതി തേടി ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി. ഇനി പോകാനുള്ള സ്ഥലമൊന്നും ബാക്കിയില്ല. ഹെൽത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തു. ഹെൽത്തിൽ കൊടുത്തിട്ട് അവര് കുറച്ച് നാളുകൾ ഞങ്ങളെ വിളിച്ച് എന്താന്നുള്ള കാര്യം തിരക്കി ഒന്നും ചെയ്യാതെ ഇത് കംപ്ലൈന്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജാണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ക്ലോസ് ആയി എന്നുള്ള ആ ഒരു സാഹചര്യം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള മുൻ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മുൻവൈരാഗ്യം നമുക്കിപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്നും നമുക്ക് തോന്നുന്നില്ല, കാണുന്നില്ല. പിന്നെ 2 വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ ഇവള് ഇത് തുടങ്ങിയിട്ട് മീൻ വെള്ളം എറിയുന്നതും വേസ്റ്റ് വാരി എറിയുന്നതും. പിന്നെ എന്നെ ഇവള് പറഞ്ഞ് എങ്ങനെയെന്ന് വെച്ചാൽ, നീ വെളിയിലിറങ്ങി വാ, നിന്നെ ഞാൻ കത്തിച്ചു കളയും, നിന്നെ ഞാൻ തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഇരിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇവിടെ നിൽക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാറില്ല. നിങ്ങൾ ക്യാമറയൊക്കെ സ്ഥാപിച്ചോ? ഞങ്ങൾ CC ക്യാമറ എല്ലാം സ്ഥാപിച്ചു. ആ ക്യാമറയ്ക്ക് മുന്നേ നിന്നിട്ടാണ് ഇവള് പറഞ്ഞത്. ആ റിപ്പോർട്ടൊക്കെ നമ്മൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ തെളിവ് സഹിതം നിങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഇവിടെ ശല്യം സഹിക്കുന്നത് ആദ്യം CCTV വെച്ചു. ഞങ്ങളുടെ വീടിന് ചുറ്റും 4 ക്യാമറയുണ്ട് നമുക്ക് ചുറ്റും, നമ്മുടെ വീടിന് ചുറ്റും. അതിനുശേഷം ഇവൾ ഈ ശല്യം വീണ്ടും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആദ്യം പോലീസ് വരെ നിങ്ങൾ ഇവിടെ നിന്ന് വിറ്റിട്ട് പോകുന്നൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ വാങ്ങിച്ച വീടല്ലേ? സ്വന്തം ഞങ്ങളിവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ചതാണ്. തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അന്ന് മുതലേ ഇവർക്ക് ഈ പ്രശ്നമുണ്ടോ? ഇല്ല. കഴിഞ്ഞ 2.5 വർഷമായിട്ടാണ് പ്രശ്നം തുടങ്ങുന്നത്. ഞാനും വൈഫും ഇവളെ മോന്റെ വീട്ടിൽ പോയി സംസാരിച്ചു. പള്ളിച്ചലുള്ള വീട്ടിൽ പോയി രാത്രി പോയി വീട് തപ്പി സംസാരിച്ചു. അവൻ വന്നു, അവന്റെ ഭാര്യയും വന്ന് സംസാരിച്ചു. ഞാനും വൈഫും അവന്റെ ഭാര്യയും വന്ന് ഇവളെ വീട്ടിൽ പോയി സംസാരിച്ചു. ഇനി ഒന്നും ഉണ്ടാവില്ല, ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും സ്ഥിരം ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ CCTV വെച്ചു. പച്ച കെട്ടാൻ ആദ്യം അവളടുത്താണ് പറഞ്ഞത്. അവൾ അത് ചെയ്യാതെ പിന്നെ അവസാനം ഞങ്ങൾ പച്ച കെട്ടി. അതിനുശേഷം വീണ്ടും ഇതിന് റിപ്പീറ്റ് ചെയ്തു. ഇവളൊരു സഹോദരൻ അശോകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പോത്തങ്കോട്. അയാളടുത്ത് പോയി സംസാരിച്ചു. ഞാനും വൈഫും പോയി രാത്രി പോയി സംസാരിച്ചിട്ട് അവൾക്ക് CCTV വെച്ചു കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് അത്, ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവ് കൊണ്ടുപോകുക. അതില്ലാതെ മൊത്തത്തിൽ അവൾ ഞങ്ങൾ നിരന്തരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 ഈ ഹ്യൂമൻ വേസ്റ്റ് എറിയുന്നതിനെ സംബന്ധിച്ച് വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തു. അവസാനം ഒരു FIR ശൈലജയ്ക്കെതിരെ ഇട്ടിട്ടുണ്ട് 2024. സെയിം ആ FIR ഇട്ടിട്ട് പോലും ഒരു കൂസലുമില്ല. വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തു. വീണ്ടും ഞങ്ങൾ പലതവണ പരാതി കൊടുത്തു, ഒരു രക്ഷയില്ല. അവസാനം ഈ വേറെ ഒരാൾ അവരുടെ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നുണ്ട്. അപ്പം അയാളെ കൊണ്ട് കഴിഞ്ഞ ഈ 2026 മാർച്ച് 6-ാം തീയതി രാത്രി 10 മണി സമയത്തായപ്പോൾ ആ പച്ച അത്രയും വലിച്ചു കീറി. വീണ്ടും അപ്പൊ വലിച്ചു കീറിയപ്പോ ഇപ്പൊ കുറച്ചുകൂടെ സൗകര്യം. ഇപ്പം കുപ്പിച്ചില്ല്, പിന്നെ മൂത്രം നമ്മളെ CCTV ഇന്നലെ രാവിലെ 25-ാം തീയതി രാവിലെ 6 മണിയൊക്കെ ആയപ്പോ ഈ കപ്പില്
കൊണ്ടുവന്ന് എന്തോ സംഭവം എറിയുന്നുണ്ട്. അത് ഭയങ്കര സ്മെല്ലും. അപ്പൊ മഞ്ഞ കളറിലാണ് മൂത്രം തന്നെയാണ്. മഞ്ഞ മഗ്ഗില് നിറച്ച് അവള് ഒരു 6 മണി സമയത്ത് കൊണ്ടുവന്ന് നമ്മുടെ അകത്തേക്ക്, നമ്മുടെ മതിലിന്റെ അകത്തേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ CCTV നമ്മൾ അല്ല, കാണുന്നില്ല. ഒരു പ്രതിയായിട്ട് പോലും ഇവളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അസോസിയേഷനിലെ ഭാരവാഹിയാണ്. അത് ഞാൻ ഫ്ലാറ്റിലെ ഞങ്ങളെ വഞ്ചൂരിലെ ഒരു അഭിഭാഷകൻ മരുതഗിരി സതീഷ് കുമാർ സാർ, അദ്ദേഹത്തിനെ പോയി സംസാരിച്ചിട്ടുണ്ട്. ഇവളെ ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഒന്നും ഈ അസോസിയേഷൻ ഭാരവാഹി ആക്കരുതെന്ന്. ആ സാറ് ഈ നമ്മളിവിടുത്തെ അസോസിയേഷൻ ഭാരവാഹി വിജയനെ വിളിച്ച് സംസാരിച്ചത്. അയാൾ പറഞ്ഞു, സാർ അങ്ങനെയൊന്നുമില്ല, ഇനിയൊന്നും ചെയ്യില്ല. സ്റ്റിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഈ വർഷത്തെ അസോസിയേഷൻ ഭാരവാഹി വീണ്ടും അവളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അയൽക്കാരല്ലേ ചേട്ടാ? ശരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടോ അവരൊക്കെ? ഇത് 2023 ഞാൻ അസോസിയേഷൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് എൻ്റെ കൂടെ ഒന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് തിരക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ രാത്രി കാലങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ മേളിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ നോക്കിയപ്പോൾ ഇവളെ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങിയിട്ട് അതുവഴി വന്ന് അവ പോകുന്നതുണ്ട്. പോയി ഒരു സെക്കൻഡ് പോലും ആയില്ല, അത് 2 സൗണ്ട് കേട്ടു. എന്നിട്ട് തിരിച്ച് അതുവഴി കറങ്ങി അടുക്കളയിൽ കൂടെ കയറി. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ചേട്ടനും കാണുന്നുണ്ട് ഇവിടേക്ക് എറിയുന്ന ഞാൻ കാണുന്നുണ്ട്, അല്ലാതെ പട്ട പോലെ എറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റായി കാണാൻ സാധിക്കും. ചോദിച്ചപ്പോഴാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ എറിയണ ഞാൻ കണ്ടില്ലല്ലോ, നിങ്ങൾ ഇന്നലെ എറിഞ്ഞതാണല്ലോ. അതിനുശേഷം പുള്ളിക്ക് എൻ്റെ കൂടെ ഭയങ്കര ഒരു അങ്ങനായി എന്നെ ഒരു പ്രാവശ്യം ചീത്തയെ കുളിച്ചു. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അതിനുശേഷം എന്നെ വീട്ടിൽ ഈ ഇടയ്ക്ക് ഞാൻ പല്ല് വെച്ചുകൊണ്ടിരുന്നപ്പോൾ എറിഞ്ഞപ്പോൾ അവളെ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ ഞാൻ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നാണ് ഈ വഴിയിൽ നിന്ന് മണ്ണ് ഒടിക്കൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞ ഈ വേസ്റ്റ് അവിടെ എടുത്ത് എറിഞ്ഞു. അത് കഴിഞ്ഞ് അതിനു മുമ്പ് എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തു. ഞാൻ അറിയണില്ല. പോലീസ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് കൊടുത്തു. അപ്പോൾ അവർക്കൊക്കെ അറിയാം, പോലീസുകാരനൊക്കെ അറിയാം. കൊടുക്കാൻ SI അവരെ വിരട്ടി ഇഞ്ഞു വിട്ടു. എൻ്റെ പറഞ്ഞാൽ ഇന്ന് ഈ കേസ് അവളെ ഇതിൽ കൊണ്ട് തലേന്ന് വെച്ച് കൊടുക്കല്ലേ, നമുക്കറിയാം അവളെ പറ്റിയെന്ന് പറഞ്ഞിട്ട് എന്നോട് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് ഭയങ്കര ചീത്ത വിളി. എൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ അനീതിക്ക് കൂട്ട് നിൽക്കണം. ഈ അസോസിയേഷൻകാർ അവളോടെ നിൽക്കും പോലെ നിൽക്കണം. അതിനെ എന്നെ കൊണ്ടുപോകില്ല. ഇവര് ഇവിടുത്തെ അസോസിയേഷന്റെ ഒരു ഭാരവാഹിയാണ്. അവരെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒന്നടങ്കം കുറ്റം പറയുന്നത്. കാരണം ഈ നിൽക്കുന്ന അമ്മ ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അമ്മേ, ഇവരെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഇവിടെ എന്തു കാര്യം ഉണ്ടെങ്കിലും എന്നെയാണ് മുന്നേ വിളിക്കുന്നത്. ഞാനാണ് ഇവിടെ വന്ന് ഇതെല്ലാം കാണുന്നത്. ഇത്രയും നാളുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കുമ്പം ഓടി വന്ന് എന്നെയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വരും ഒന്ന് നോക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഇവിടെ ഇറങ്ങിയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണും. പിന്നെ എനിക്ക് ഒരു ഒറ്റ വിശേഷം ഇതിൽ പോയിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് മക്കളെ. കാരണം ഒരു ഗ്ലാസ് വെള്ളത്തിന് എനിക്ക് തരണമെങ്കിൽ എനിക്ക് അവരുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് ആളെ ഇവള് ഇവിടുന്ന് ഓട്ടിച്ചു. ഇവള് പല കൃത്രിമം ഉണ്ടാക്കി എല്ലാം ഓട്ടിച്ചു വെച്ചു. ഈ തമര വാരി എറിഞ്ഞ് അതുപോലെ എന്നിട്ടും ഒത്തുങ്ങൾ കിടന്നു. എന്നിട്ടും മാറ്റി അങ്ങ് വിട്ടു. ഇവർക്ക് എന്തെങ്കിലും മാനസിക വൈകല്യം എന്നുള്ള അറിഞ്ഞൂടാ. നമ്മൾ അങ്ങനെ അങ്ങ് സംസാരിക്കാനൊന്നും പോകില്ല. ഞങ്ങൾ ഏതായാലും ഇതിന്റെ ഈ റെസിഡൻസിന്റെ ഭാരവാഹി പ്രസിഡന്റായിട്ടുള്ള വിജയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഇവർക്ക് യാതൊരു തരത്തിലുള്ള മാനസിക അസ്വസ്ഥങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ്. മനഃപൂർവ്വം ഇവരെ ഇവിടെ നിന്ന് ഓടിക്കുക അല്ലെങ്കിൽ ഇതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കുക എന്നത് തന്നെ ആയിരിക്കണം ഒരു പക്ഷെ അവരുടെ ഒരു ഇന്റൻഷൻ അല്ലേ? അങ്ങനെ നമ്മളെ ചേർത്ത് വിളിക്കും. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എറിയുന്നത്. എറിയുമ്പോൾ ഞാൻ വിളിച്ചു പറയും എറി എറിഞ്ഞേ സൂക്ഷിച്ചോളൂ. ഭയങ്കര ശബ്ദം വരുന്നത്. മറ്റെന്തെങ്കിലും ആഭിചാരങ്ങളുണ്ടോ? കൂടോത്രോ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ കൊണ്ടുവന്നു ഇവിടെ കണ്ടായിരുന്നു. ആണോ? എന്താണ്? നാരങ്ങ മുട്ട ഒക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നത്. ഒരു കൂട്ടരൂടെ ഉണ്ട്, ഒരു പെൺകുട്ടിയുടെ ഉണ്ട്. അവരെ പേര് അവരെ വീട്ടില് അങ്ങോട്ടും പോകും, അവിടെ ഇങ്ങോട്ടും വരും. ഈ ഭയങ്കര ഇതിലാണ് പോണത്. അവരെ വീട്ടില് തിരിച്ച് ഇതുപോലെയും വരും. ഇതുപോലെ വന്ന് ഇതൊക്കെ അവരും ഇവരും കൂടെയാണ് ഭയങ്കര ഒരു കൂട്ടക്രമവും പ്രശ്നവുമായി. ഈ മൂന്നും കൂടെയാണ് ഒത്ത ഒരു കൂട്ടായ്മ ഉള്ളത്. ശരിക്കും ഇവരെ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും അല്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന അഭിഭാഷകനായിട്ടുള്ള പ്രദീപിന്റെ ഭാര്യ അരുണയും ഇവിടെ നിന്ന് പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് അറിയില്ല. എന്തു തന്നെയാണെങ്കിലും ഇവരെ ഇവിടുന്ന് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നു. മറ്റൊരു തരത്തിലുള്ള മാനസിക വൈകല്യങ്ങളുമില്ല. ഇവരിപ്പോഴും ഇവിടുത്തെ തന്നെ റെസിഡൻസിന്റെ ഭാരവാഹിയാണ്. നിലവിൽ ഇവരെ എന്തിനിപ്പോഴും ഇങ്ങനെ ഒരു ഭാരവാഹി എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെ ഇവിടെ നിന്നും അട്ടിപ്പായിക്കുന്ന സാഹചര്യം? 3, ഇത്തരത്തിലുള്ള ആഭിചാര
ആഭിചാര കർമ്മങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് നേരെ? ഇതിനു മുന്നേ കുറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന അരുണ എന്ന അഭിഭാഷകയുമായി ഇവർ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും ഇവിടെ ഈ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് വളരെ വ്യക്തമായ രീതിയിൽ പറയുന്ന ഫോൺ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടതാണ്. CCTV ദൃശ്യങ്ങളടക്കം ഇവർ ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ, അതായത് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്തത്? നീതി തേടി ഇവർ എവിടെയാണ് പോകേണ്ടത്?